ഹായ്. അപ്പോൾ നമുക്ക് ലോങ് ടേം പോളിസീസും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതേപോലെ ആനുവൽ പോളിസീസും EMI ഓപ്ഷൻസും ഇത് തമ്മിലുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും എപ്പോഴും മെറിറ്റ്സ് മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യാറ്. നമുക്ക് മെറിറ്റ്സ് അല്ലാണ്ട് ഇതിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ട്, പിന്നെ EMI എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ 3 വർഷത്തെ പോളിസി ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് തുടർച്ചയായിട്ടുള്ളൊരു കവറേജ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് റിന്യൂ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ പോളിസി ലാപ്സായി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കമ്പനിയുടെ പ്രീമിയം ഹൈക്സ് വന്നാലും നമ്മളെ ബാധിക്കില്ല. ഈ പ്രീമിയം ഹൈക്സിൻ്റെ കാര്യം പറയുമ്പോൾ ചില കമ്പനീസിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഇയർ, അതായത് ഇപ്പോൾ നമ്മൾ 8 സ്ലാബ്സ് ഉണ്ട് ഇൻഷുറൻസിൽ, അതിൽ എന്താണ് പ്രീമിയം ഉള്ളത്, ഇപ്പോൾ നമുക്ക് പ്രീമിയം കൂടുന്നത് നെക്സ്റ്റ് 8 സ്ലാബിൽ നമുക്ക് പ്രീമിയം കൂടുന്നുണ്ടെങ്കിലും ആ പ്രീമിയം തന്നെ നമുക്ക് നെക്സ്റ്റ് അഡീഷണൽ ഇയേഴ്സിലും വരുന്ന ഓപ്ഷൻസൊക്കെ നാഷണൽ പോലുള്ള ചില കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം എല്ലാ വർഷവും കൂടുന്നൊരു കാര്യം വന്ന് നമുക്ക് ആ ഹൈക്സ് ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ EMI വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു വലിയ പ്രീമിയം 3 ഇയർ പ്രീമിയം ചിലപ്പോൾ മേ ബി ലാക്സ് ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് അടയ്ക്കേണ്ട ഒരു ബേർഡനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ലോങ് ടേമിൽ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് നല്ലൊരു കാര്യമാണ്. കാരണം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുമിച്ച് ഇത് അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് 3 ഇയേഴ്സിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ്. ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് പറയാം. നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പോളിസി നമുക്കിപ്പോൾ ഫ്രീഡം പീരീഡ് 15 ദിവസമാണ് പോളിസി ക്യാൻസൽ ഫുൾ എമൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോളിസി ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് കിട്ടുന്ന എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാകും. മേ ബി ആഫ്റ്റർ 1 ഇയർ നിങ്ങൾക്കൊരു ക്ലെയിം വന്നു, നല്ലൊരു സെറ്റിൽമെൻറ്റ് കിട്ടും, നിങ്ങൾക്ക് പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിസി ക്യാൻസൽ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. എസ്പെഷ്യലി നമ്മൾ EMI ഒക്കെ എടുക്കുന്ന ആളുകൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്. കാരണം ഫൈനാൻസിയറിനുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങൾ, പ്രോസസ്സിംഗ് ചാർജസ് ഒക്കെ നിങ്ങൾ അടച്ച് റീഫണ്ട് ചെയ്യാനൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് പ്ലാൻ അപ്ഗ്രേഡ്സ്, അതായത് പോളിസിയിൽ നമുക്ക് എല്ലാ വർഷവും ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വരും, ഒരുപാട് അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, കവറേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാര്യങ്ങൾ നമുക്ക് ലോങ് ടേം പോളിസിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. 3 വർഷം കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങളുടെ കവറേജ് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കൊന്ന് പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പോളിസി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം, പുതിയൊരു പ്രോഡക്റ്റായി ഇൻഷുറൻസ് കമ്പനി ലോഞ്ച് ചെയ്തു അല്ലെങ്കിൽ വേറൊരു കമ്പനി ലോഞ്ച് ചെയ്തു. അപ്പോൾ അത് മാറ്റുക കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റും കൂടിയുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പറയേണ്ടതില്ലല്ലോ. ഫൈനാൻസിയറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവും. അതാണ് ഇതിൽ വരുന്ന ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ആനുവൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് പറയാം. 1 വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ പ്രാഥമികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പോളിസികൾ നമുക്ക് കവറേജ് എൻഹാൻസ് ചെയ്യാനുള്ളൊരു ആനുകൂല്യവും അതിൻ്റെ അടുത്തുണ്ട്, ബെനിഫിറ്റുണ്ട്. ഓരോ വർഷം അടയ്ക്കുമ്പോൾ സാമ്പത്തിക ഭാരം പൊതുവെ കുറവായിരിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം അടയ്ക്കുമ്പോൾ ഒരു സാമ്പത്തിക ഭാരം കുറഞ്ഞിട്ടും. പിന്നെ നമുക്ക് ഓരോ വർഷം റിന്യൂ ചെയ്യുമ്പോഴും നമ്മുടെ കവറേജ് എന്തൊക്കെയെങ്കിലും ആഡ് ഓൺസ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് നോക്കാം. എല്ലാ വർഷവും റിന്യൂ ചെയ്യണം തീർച്ചയായും. പിന്നെ റിന്യൂവൽ പറഞ്ഞാൽ പോളിസി ലാപ്സായി പോകും. മറന്നു പോവില്ല, കമ്പനീസ് എന്തായാലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പക്ഷേ മറന്നു പോയാൽ പോളിസി ലാപ്സ് ആകും. പിന്നെ ഓരോ റിന്യൂവലും നിങ്ങളുടെ പ്രീമിയം നിങ്ങൾക്ക് കൂടും. അത് പൊതുവേ പ്രീമിയം ഹൈക്സ് കമ്പനീസ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും ഇടക്കാലങ്ങളിൽ വരാറുണ്ട്, ഹൈക്സ് വരും പ്രീമിയത്തിൽ. അപ്പോൾ ഓരോ വർഷവും നിങ്ങളുടെ പ്രീമിയം നിങ്ങൾക്ക് കൂടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിലോട്ട് വരുന്നതാണ്. പിന്നെ ലോങ് ടേമിലുള്ളൊരു പ്രീമിയത്തിൻ്റെ ഒരു സ്ഥിരത അതിൽ കിട്ടുന്നില്ല, അതൊരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ EMI വരുമ്പോഴേക്കും നമ്മൾ ആനുവൽ പ്രീമിയം, ഞാൻ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റ്, ഹെൽത്ത് ഇൻഷുറൻസ് ആനുവലായിട്ട് ലോങ് ടേം ആണ്. EMI എടുക്കുമ്പോഴേക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് നല്ല സാധാരണക്കാർ എടുക്കുന്ന സമയത്ത് ഒരു ലോങ് ടേം പോളിസി എടുക്കുന്നതിനെക്കാട്ടും ഷോർട്ട് ടേം പോളിസി എടുക്കുന്നതാണ് നല്ലത്, 1 ഇയർ പോളിസി എടുക്കുന്നതാണ് നല്ലത്. അത് EMI ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, EMI പോളിസീസ് ക്യാൻസൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ പോളിസീസ് നമ്മൾ പ്രീമിയം അടയ്ക്കുമ്പോഴേക്കും നമ്മൾ ഫൈനാൻസിയർ വഴി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യത്യാസമാണ്. കമ്പനീസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്പനീസ് കൊടുക്കുന്നുണ്ട്. കമ്പനീസ് എടുക്കുന്ന സമയത്ത് നമുക്ക്
ഈ ബാലൻസുള്ള എമൗണ്ട് ആയത് നമ്മുടെ പോളിസി നമുക്കൊരു ക്ലെയിം വന്നാൽ കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടല്ലാന്നാണ് ഈ ബാലൻസ് എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. അതാണ് കമ്പനി കൊടുക്കുന്ന പോളിസി ഓപ്ഷൻസിൽ വരുന്നത്, EMI ഓപ്ഷൻസിൽ വരുന്നത്. ഈ ഫിനാൻസിയർ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് ബാധകമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് കൂടാണ്ട് നിങ്ങളുടെ പോളിസി നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ടിലും നിങ്ങൾക്ക് ക്യാൻസലായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മന്ത്സിലൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് EMI അടയ്ക്കാൻ നിങ്ങൾ വിട്ടു പോവുകയാണ്. EMIയിൽ വരുന്നൊരു കാര്യമാണ്, പൊതുവെ ഞാൻ കൊടുത്ത പോളിസികളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ക്യാൻസലായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊന്നുമല്ല, നമുക്ക് മൾട്ടിപ്പിൾ മന്ത്സിലൊക്കെ ഫൈനാൻഷ്യലി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വരും പ്രീമിയം EMI. ഇത് അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നമുക്ക് മറ്റ് ഒരു ലോൺ പോലെയല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ ക്യാൻസലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് ചെയ്തിരിക്കുന്ന ആളുകൾ ഒരു വലിയൊരു അധിക ഭാരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ EMI ഓപ്ഷൻസ് പരമാവധി നിങ്ങൾ എടുക്കാണ്ടിരിക്കുന്നതാണ് കൂടുതൽ. കാരണം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടാനുള്ള പ്രീമിയം അവർക്ക് കിട്ടി. കസ്റ്റമറിന് ക്ലെയിം കിട്ടുക കിട്ടാതിരിക്കുക എന്നുള്ളത് EMI അടയ്ക്കുന്ന കസ്റ്റമേഴ്സിന് അതിന് പ്രീമിയം കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. അപ്പോൾ അത് ഇതിലൊരു ഇതാണ്, കൺസേൺ ആണ്. അപ്പോൾ പരമാവധി ആനുവൽ പോളിസികൾ അല്ലെങ്കിൽ ലോങ് ടേം പോളിസികൾ പ്രിഫർ ചെയ്യുന്ന ആൾ EMI ഓപ്ഷൻ പ്രിഫർ ചെയ്യാണ്ട് EMI നല്ലതാണ് നല്ലതല്ല എന്നല്ല, ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ലോങ് ടേം അല്ലെങ്കിൽ ആനുവൽ പ്രീമിയം എടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻഫോർമേഷനായിട്ട് വീണ്ടും വരാം. താങ്ക് യു.